ഡി ചേച്ചി, ഞാനിന്ന് വീട്ടിലേക്ക് പോവാം. നീ വരുവോ? ഫോണിന്റെ മറുതലക്കിൽ നിന്നും അനിയത്തി ലച്ചുവിന്റെ ചോദ്യം കേട്ടതും ഭദ്രയ്ക്ക് അരിശം വന്നു. ഡി മരപ്പെട്ടി, അടുത്ത ആഴ്ച വീട്ടിലേക്ക് പോകാമെന്നല്ലേ നമ്മൾ പ്ലാൻ ഇട്ടിരുന്നത്? എന്നിട്ടിപ്പോൾ കാല് മാറുന്നോ? അല്ലെങ്കിലും പണ്ട് മുതലേ നിനക്ക് നിലപാടെന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ആ ഇല്ല, നിലപാടും വെച്ചുകൊണ്ട് ഇയാൾ അവിടെ ഇരുന്നു. ഞാൻ പോയി അമ്മയുടെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് സെറ്റാകുമ്പോഴേക്കും നീ പതിയെ അങ്ങ് വന്നാൽ മതി കേട്ടോ. ചേച്ചിയുടെ വീക്ക്നെസ്സിൽ തന്നെ കയറി പിടിച്ച് വാടപ്പിക്കാൻ ലച്ചു ഒരു ശ്രമം നടത്തി. എടി കണ്ണി ചോറയില്ലാത്തവളെ, നിന്റെ വാക്ക് കേട്ട് അടുത്ത ആഴ്ച വീട്ടിൽ പോകാൻ എല്ലാവരോടും സമ്മതം വാങ്ങിയിരിക്കുക ഞാൻ. ഇനി എങ്ങനെ മാറ്റി പറയുക? ഇവിടെ അമ്മയ്ക്കാണെങ്കിൽ മുട്ടുവേദനയും. ഞാൻ വീട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞാൽ തന്നെ എല്ലാവരുടെയും മുഖം വാടും. തൻ്റെ നിസ്സഹായ അവസ്ഥ അവൾ വ്യക്തമാക്കി. എന്നാൽ വീട്ടിൽ പോകണമെന്ന് പറയണ്ട, എവിടെയെങ്കിലും തീർത്ഥാടനത്തിന് പോകണമെന്ന് പറ. വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. ലച്ചുവിൻ്റെ ഊറിയുള്ള ചിരി ഭദ്രയ്ക്ക് അങ്ങേതലക്കൽ കേൾക്കാമായിരുന്നു. നിന്നെപ്പോലെ പുരോഗമനവാദികളായ കെട്ടിയോനെയും വീട്ടുകാരെയും എല്ലാവർക്കും കിട്ടണമെന്നില്ല മോളെ, അല്ലേ കാണായിരുന്നു. പെണ്ണിൻ്റെ ഒരു അഹങ്കാരം എന്നത്തെയും പോലെ ഭദ്രയും വിട്ടുകൊടുത്തില്ല. എൻ്റെ പൊന്നു ചേച്ചി, ഇവിടെ ഫാമിലിയിൽ ആരോ മരിച്ചു. അകന്നൊരു ബന്ധുവാ, പക്ഷെ അച്ഛനുമായി നല്ല അടുപ്പായിരുന്നത്രേ. ദൂരമുള്ളതുകൊണ്ട് ഇന്ന് അവർ അവിടെ സ്റ്റേ ചെയ്യും. കിരണും കൂടെ പോകുന്നുണ്ട്. പീരീഡ്സ് ആയതുകൊണ്ട് ഞാൻ പോകില്ല. ഞാൻ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അതാണ് പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നത്. ലച്ചു വിശദീകരിച്ചു. എന്തായാലും ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ കേട്ടോ. ഇക്കാര്യം എങ്ങനെ പറയുന്ന ഓർക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ട്. കഴിക്കാൻ മാത്രം വാ തുറന്നാൽ പോരെ ചേച്ചി, പറയാനുള്ളതും കൂടി പറയാൻ പഠിക്കണം. ഒരാഴ്ച കഴിഞ്ഞ് പോകുന്നത് ഇത്തിരി നേരത്തെ ആക്കിയെന്നല്ലേ ഉള്ളൂ. ചേട്ടനെ വേണമെങ്കിൽ ഞാൻ വിളിക്കാം. ലച്ചുവിന് ദേഷ്യം വന്നു. വേണ്ട, ഞാൻ സംസാരിച്ചോളാം. നീ ഫോൺ വയ്ക്കൂട്ടോ. കാല് പിടിച്ച് പറഞ്ഞിട്ടായാലും ഞാൻ വരാം. ഫോൺ കട്ടായതും തൻ്റെ ചേച്ചിയുടെ വാക്കുകൾ അവളെ സ്പർശിച്ചു. വിനോദേട്ടാ, ലച്ചു വിളിച്ചിരുന്നേ. സിറ്റ് ഔട്ടിൽ നീണ്ടു നിവർന്നിരുന്ന് പത്രം വായിക്കുന്ന തൻ്റെ ഭർത്താവിനെ ഒറ്റയ്ക്ക് കിട്ടിയത് ഭാഗ്യമെന്നവൾ മനസ്സിലോർത്തു. എന്താ വിശേഷം? പത്രം രണ്ടായി മടക്കി ടീപ്പോയിലേക്ക് വെച്ച് അയാൾ തിരക്കി. കിരണിൻ്റെ അച്ഛൻ്റെ ബന്ധത്തിൽ ആരോ മരിച്ചുവെന്ന്. അവരെല്ലാവരും അങ്ങോട്ട് പോയി. ലച്ചു തനിച്ചായതുകൊണ്ട് അവൾ വീട്ടിലേക്ക് പോകുക. എന്നോടും ചെല്ലുമോ എന്ന് ചോദിച്ചു. മറുപടി അനുകൂലമാകണമേ എന്നവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ലച്ചു വന്നു നിന്ന് പോകട്ടെ, അതിനെന്താ? തനിക്ക് അടുത്ത ആഴ്ച പോകാമല്ലോ. അങ്ങനെയല്ലേ നമ്മൾ തീരുമാനിച്ചത്? അയാൾ ഗൗരവം വിടാതെ പറഞ്ഞു. ശരിയാണ്, പക്ഷെ അവരുടെ ഈ വരവ് പ്രതീക്ഷിച്ചിരുന്നതല്ലല്ലോ വിനോദേട്ടാ. ഞാനും ലച്ചു ഒരുമിച്ച് കൂടിയിട്ട് നാൾ കുറേ ആയില്ലേ. പല തിരക്കുകൾ കാരണം അവളുള്ളപ്പോൾ എനിക്ക് പോകാൻ കഴിയാറില്ലല്ലോ. അവളുടെ ദുഃഖം കണ്ട് മനസ്സലിഞ്ഞിട്ടാവണം അയാൾ നേരെ അമ്മയുടെ മുറിയിലേക്ക് നടന്നു. അതെന്താ ഇപ്പോൾ ഒരു പോക്ക്? എനിക്കിവിടെ വയ്യാതെ ഇരിക്കുമല്ലേ. ഒരു ഗ്ലാസ് ചൂടുവെള്ളം വേണമെങ്കിലും ആരാ ഉള്ളതിവിടെ? തൻ്റെ രണ്ട് കാൽമുട്ടുകളിലൂടെയും കൈകൾ ഓടിച്ചുകൊണ്ട് ആ വൃദ്ധ പറഞ്ഞു. 2-3 ദിവസത്തെ കാര്യമല്ലേ അമ്മേ, ഞാനും ഉണ്ടല്ലോ ഇവിടെ. അവൾ പോയിട്ട് വരട്ടെ. അവിടെ അനിയത്തിയും വരുന്നുണ്ടല്ലോ. എന്തോ ചെയ്യ്, എനിക്ക് പ്രായമായില്ലേ. ഇനി എൻ്റെ വാക്ക് ആര് കേൾക്കാനാ? അച്ഛനോടും കൂടി പറഞ്ഞിട്ട് പോയിക്കോ. മനസ്സില്ലാ മനസ്സോടെ അവർ സമ്മതം മൂളി. അമ്മയ്ക്ക് വിശദീകരണം നൽകി സമ്മതം വാങ്ങുന്നത് വരെ അവളുടെ നെഞ്ചിൽ തീ ആളുന്നത് പോലെയായിരുന്നു. അച്ഛൻ്റെ സമ്മതവും വാങ്ങിക്കൊണ്ടു പോകാനുള്ള ബാഗ് തയ്യാറാക്കി വെക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമായിരുന്നു ഭദ്രയ്ക്ക്. വൈകിട്ട് 3 മണിയോടുകൂടി വിനോദിനൊപ്പം ബൈക്കിൽ സ്വന്തം വീട്ടിലെത്തുമ്പോൾ ലച്ചു അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വൈകുന്നേരത്തെ കാപ്പിക്കുടി കഴിഞ്ഞ് വിനോദ് അപ്പോൾ തന്നെ മടങ്ങി. നാളെ പോകാമെന്ന് അമ്മ പറഞ്ഞുവെങ്കിലും ഒഴിച്ചുകൂടാനാകാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നതിനാൽ തങ്ങാൻ നിന്നില്ല. എന്താ ഭദ്രേ, അനിയത്തി വന്നാൽ മാത്രമേ നീ ഇപ്പം ഇങ്ങോട്ട് വരുള്ളല്ലേ? ഫ്ലാസ്കിലെ ചായ ഗ്ലാസ്സിലേക്ക് പകർന്നുകൊണ്ട് അവർ അത് 2 പേർക്ക് നീട്ടി. അമ്മയ്ക്കത് പറയാം, ഇത് തന്നെ ഒപ്പിച്ചത് ഒരു കണക്കിനാ. പിന്നെ ഇവളിങ്ങനെ വാക്ക് മാറിയാൽ കുടുങ്ങുന്നത് ഞാനല്ലേ? തനിക്ക് നേരെ നീട്ടിയ ചായയുടെ ഗ്ലാസ് ടേബിളിലേക്ക് തന്നെ വെച്ചവൾ അടുക്കളയിലേക്ക് ഓടി. ലച്ചു അന്നേരം അമ്മയുടെ ഉണ്ണിയപ്പം ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു. എന്താ അമ്മ റേഷനറി വെക്കാതിരുന്നേ? എനിക്കതാണ് ഇഷ്ടമെന്ന് അറിയില്ലേ? അടുക്കളയിൽ നിന്നും അവൾ വിളിച്ചു പോകി. ഡ്രസ്സ് പോലും മാറ്റാതെ അവളുടെ ആർത്തിയോടെയുള്ള ചോറൂണ് കണ്ട് ലച്ചുവിന് ചിരി വന്നു. എൻ്റെ അമ്മേ, ചേച്ചി 1 മാസം പട്ടിണി കിടന്നാ വന്നതെന്ന് തോന്നുന്നു. എനിക്കുള്ളത് കുറച്ച് മാറ്റി വെച്ചേക്കണേ. അവളുടെ പാത്രത്തിൽ നിന്നും ഒരു പപ്പടത്തിൻ്റെ കഷ്ണമെടുത്ത് വായിലേക്കിട്ടവൾ കളി പറഞ്ഞു. ഡി പൂടി മാങ്കി, സ്വന്തമായി ഉണ്ടാക്കി കഴിച്ചാൽ അമ്മ വയ്ക്കുന്ന രുചി കിട്ടുമോ? അത് നേരാവണ്ണം ഉണ്ടാക്കാൻ അറിയാഞ്ഞിട്ടാ. ഒന്ന് കണ്ണിറുക്കി ലച്ചു പിന്നെയും കളിയാക്കി. വന്ന് കയറിയില്ല, 2 തുടങ്ങി. അവൾ എപ്പോൾ വന്നാലും ഉള്ളതല്ലേ ഈ ചോറൂണ്. അതിപ്പോൾ ഒരു ചമ്മന്തി ഉള്ളുവെങ്കിലും അത് തന്നെ ധാരാളം. വിനോദം ഉണ്ണാനുണ്ടാകുമെന്ന് കരുതിയാ മോളെ ഈ അരി വെച്ചത്. നിനക്ക് ഞാൻ രാത്രിക്ക് റേഷനരി വെച്ച് തരാം.
പേടിക്കണ്ട, അമ്മ അവളെ സമാധാനിപ്പിച്ചു. രണ്ടാളും കൂടിയാൽ പിന്നെ രാത്രി ഏറെ വൈകിയാകും ഉറങ്ങുന്നത്. പരസ്പരം പറഞ്ഞു തീർക്കാൻ ഒരുപാട് നാളത്തെ വിശേഷങ്ങൾ കാണും. ഭർത്താക്കന്മാരുടെ വീട്ടിൽ എന്നും നേരത്തെ എഴുന്നേൽക്കാറുള്ളത് കൊണ്ട് വീട്ടിലെത്തിയാൽ രാവിലെ മതിയാവും വരെ കിടന്നുറങ്ങിയിട്ടേ രണ്ടാളും ഉണരാറുള്ളൂ. തൻ്റെ മക്കൾ വിശ്രമിച്ചോട്ടെ എന്ന് കരുതിയ അമ്മ മക്കളോടൊന്നും പറയാറില്ല. എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടതൊക്കെയും വയറു നിറയെ വെച്ചുണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. ഇവിടെ വരുമ്പോൾ എത്ര വേഗമാണ് സമയം പോകുന്നതമ്മേ. കല്യാണം കഴിഞ്ഞ് പോകുന്നതിനേക്കാൾ സങ്കടം തോന്നും ഇവിടെ 2 ദിവസം വന്നു നിന്ന് പോകുമ്പോൾ. എന്നുമുള്ള ഭദ്രയുടെ പരാതി പറച്ചിലാണെങ്കിലും ലച്ചുവിനും അത് ശരിവെക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ വന്ന് തിരികെ പോകാൻ വല്ലാത്ത പ്രയാസമാണ്. കരയാനൊക്കെ തോന്നും, നെഞ്ചു വിങ്ങിപ്പൊട്ടുന്നത് പോലെ. പക്ഷെ ആരോടും പറയില്ല. അമ്മയുടെ മുഖത്ത് പോലും ചിലപ്പോൾ മര്യാദയ്ക്ക് നോക്കാറില്ല. നോക്കിയാൽ ആ നിമിഷം കരയുമെന്നുറപ്പാണ്. കണ്ണിൽ നിന്നും മറയുന്നതുവരെ അമ്മ നോക്കി നിൽക്കാറുണ്ട്. അതാണ് ഏറെ വേദനിപ്പിക്കാറുള്ളതും. പിറ്റേന്ന് രാവിലെ ഭക്ഷണം കഴിക്കാനിരുന്നിട്ട് ഇറങ്ങാത്തതുപോലെ തോന്നിയത് കൊണ്ട് രണ്ടാളും കുറച്ചേ കഴിച്ചുള്ളൂ. ആദ്യം കിരൺ വന്നത് നന്നായെന്ന് ലച്ചുവിന് തോന്നി. ചേച്ചി പോകുന്നതിന് മുന്നേ പോയാൽ അമ്മയുടെ മുഖത്തെ സങ്കടത്തിൻ്റെ തീവ്രത കുറയുമെന്ന് അവൾക്കുറപ്പുണ്ട്. രണ്ടാൾക്കും മുത്തം കൊടുത്ത് വണ്ടിയിൽ കയറുമ്പോൾ ചേച്ചിയുടെ മുഖം വിങ്ങിപ്പൊട്ടാറായിരുന്നു. ജനിച്ച നാൾ മുതൽ ഒപ്പം ഉണ്ടായിരുന്ന കൂടപ്പിറപ്പ് മറ്റൊരു കുടുംബത്തിലേക്ക് ചേക്കേറുന്നു. തൻ്റെ പാവാടത്തുമ്പിൽ നിന്നും പിടിവിടാത്ത തൻ്റെ അനിയത്തിക്കുട്ടി. ഉണ്ണുന്നതും ഉറങ്ങുന്നതും എല്ലാം ഒരുമിച്ചായിരുന്നു. അവൾക്ക് താനൊരു അമ്മ കൂടിയായിരുന്നു. കണ്ണുനീർ അടർന്നു വീഴാൻ തുടങ്ങിയതും ഭദ്ര അകത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞാൽ താനും ചേക്കേറും. അമ്മ കിളിയെ തനിച്ചാക്കി. അമ്മയുടെ കാലൊച്ച കേട്ടതും ഷാളിൻ്റെ തുമ്പിനാൽ കണ്ണീരൊപ്പി അവൾ തൻ്റെ ഭർത്താവിൻ്റെ വരവിനായി കാത്തിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.